നമസ്കാരം. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞുവെന്ന വാർത്ത വരുമ്പോഴും ജയിലിൽ തുടരുകയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വർ നൽകിയ ജാമ്യ ഹർജിയിൽ വാദം നടക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റുകൾ പിൻവലിക്കാം, താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് രാഹുൽ ഈശ്വർ. കഴിഞ്ഞ ദിവസം ഹർജി പരിഗണിച്ചിരുന്നെങ്കിലും ഇരുവിഭാഗത്തിന്റെ വാദം പൂർത്തിയാകാത്തതിനാലാണ് തിരുവനന്തപുരം അഡീഷണൽ CJM കോടതി ഇന്നും വാദം കേൾക്കുന്നത്. കേസിലെ FIR വായിക്കുക മാത്രമാണ് കോടതിയിൽ ചെയ്തതെന്നും പരാതിക്കാരെ അവഹേളിക്കുന്ന ഒന്നും അതിൽ ഇല്ല എന്നും രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകർ വാദിച്ചു. അതേസമയം റിമാൻഡിൽ പ്രതിഷേധിച്ച് നിരാഹാര സമരം തുടരുകയാണ് രാഹുൽ. ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ജില്ലാ സെഷൻസ് കോടതി നൽകിയ ജാമ്യ ഹർജി രാഹുൽ പിൻവലിച്ചിട്ടുണ്ട്. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഹർജി പരിഗണിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ഹർജി പിൻവലിച്ചത്. ജില്ലാ കോടതിയിൽ ഫയൽ ചെയ്ത ജാമ്യ ഹർജി പിൻവലിച്ച രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ വാദം കേൾക്കാനാകൂവെന്ന് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എൽസ കാതറിൻ ജോർജ് നിലപാടെടുക്കുകയായിരുന്നു. തുടർന്ന് വാദം മാറ്റിവെച്ചു. പ്രാരംഭവാദം കേട്ടതിനു ശേഷമാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അഭിഭാഷകനായ പ്രതിയുടെ നടപടി നിയമ സംവിധാനത്തോടുള്ള വെല്ലുവിളിയും ബോധപൂർവമായ പ്രവൃത്തിയുമെന്നാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിന്റെ FIRലെ വിവരങ്ങളാണ് തന്റെ പോസ്റ്റുകളിൽ ഉള്ളതെന്നും നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നുമാണ് രാഹുൽ ഈശ്വർ പ്രാരംഭവാദത്തിൽ ഉന്നയിച്ചത്. ലൈംഗിക പീഡന കേസിലെ FIR പൊതുരേഖയായി കണക്കാക്കാനാകില്ലല്ലോ എന്ന് കോടതി പറഞ്ഞു. അതിജീവിതയെ സംബന്ധിക്കുന്ന വീഡിയോയോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ മാറ്റുവാൻ തയ്യാറാണെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും പോലീസ് ആവശ്യപ്പെട്ട രേഖകൾ കണ്ടെത്തിയതിനാൽ ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. ജാമ്യ ഹർജി പോലെ നിയമവിരുദ്ധമായ സാഹചര്യത്തിൽ ഹർജി പരിഗണിക്കരുതെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. അന്വേഷണവുമായി പ്രതി സഹകരിക്കുന്നില്ല, കണ്ടെടുത്ത ലാപ്ടോപ്പിന്റെ പാസ്വേഡ് നൽകുവാൻ കൂട്ടാക്കുന്നില്ല. ഇത് അന്വേഷണത്തെ സാരമായി തന്നെ ബാധിക്കുന്നതായും പ്രോസിക്യൂഷൻ അറിയിക്കുകയായിരുന്നു. അതിനിടെ ജയിലിൽ വെള്ളം മാത്രം കുടിച്ച് നിരാഹാര സമരത്തിലിരിക്കുന്ന രാഹുലിന്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. പ്രാഥമിക ചികിത്സയ്ക്കായി കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് അഡ്മിറ്റ് ചെയ്യുവാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. രാഹുൽ ഈശ്വർ പങ്കുവച്ച വീഡിയോയിൽ FIR വായിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വാദിക്കുന്നത്. അതിജീവിതയെ മോശമാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും അപമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് അവർ കോടതി മുൻപാകെ വ്യക്തമാക്കിയത്. അതിജീവിതയെ അപമാനിക്കുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുവാൻ തയ്യാറാണെന്നും രാഹുൽ ഈശ്വർ വാദിച്ചിരുന്നു. എന്നാൽ സ്ത്രീകൾക്കെതിരായ കേസിൽ FIR പരസ്യമാകുമോ എന്ന് കോടതി ചോദിച്ചു. പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും രാഹുൽ ഈശ്വർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ സഹായിക്കുകയാണ് പ്രതി ചെയ്യുന്നതെന്നുമാണ് പ്രോസിക്യൂഷന്റെ മറുവാദം. വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ലാപ്ടോപ്പിന്റെ പാസ്വേഡ് നൽകുവാനും രാഹുൽ ഈശ്വർ തയ്യാറായില്ലെന്ന് പോലീസ് പറഞ്ഞു. രാഹുലിന്റെ നിസ്സഹകരണം അന്വേഷണത്തെ ബാധിക്കുമെന്ന് പോലീസ് കോടതി അറിയിക്കുകയായിരുന്നു. രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടുമോ? ഇതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് ഹർജി പരിഗണിക്കുന്നത് മാറ്റിയാൽ അത് നിർണായകമാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വീണ്ടും നീണ്ടുപോകുവാൻ സാധ്യതയേറെയാണ്. കഴിഞ്ഞ ദിവസം ദീപ രാഹുൽ ഈശ്വർ തന്നെ പറയുന്നത് അവർ തമ്മിലുള്ള മെസ്സേജുകൾ കണ്ടാൽ ഇത് പീഡനമാണോ എന്ന് ആലോചിക്കേണ്ടി വരുമെന്നാണ്. ഇത് പീഡനമാണെന്ന് തനിക്ക് തോന്നുന്നില്ല, മീഡിയ സ്ഥാപനങ്ങൾ പോലും ഇത് പീഡനമാണെന്ന് കരുതുന്നില്ല. അവർ തമ്മിലുള്ള കോൺവെർസേഷൻ കണ്ടാൽ പീഡനമാണോ എന്ന് ചിന്തിക്കേണ്ടി വരും എന്നാണ് ദീപ രാഹുൽ ഈശ്വർ പ്രതികരിച്ചത്.